ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഇലയട ഉണ്ടാക്കാനാണ് പോകുന്നത്. ഈ രണ്ട് ഇലകളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് 2 തേങ്ങ 3/4 കിലോ വെല്ലത്തിൽ വെല്ലം കുറുക്കി തേങ്ങേൻ്റെ അകത്ത് ഒഴിച്ച് വറ്റിച്ചെടുത്തതാണ്. ഇത് 3/4 കിലോ അരി ഇളംചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ച് ഉണ്ടയാക്കി വെച്ചതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ഉപ്പിലെ ചപ്പ്. നമ്മൾ പൂരം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഒരു ഉത്സവത്തിന് പൂരോത്സവത്തിന് ഈ ഇലയിലാണ് അടി ഉണ്ടാക്കുക. പൂരട എന്ന് പറയൂ. ഈ ഇലയിലാണ് നമ്മളിപ്പോൾ ഇലയടി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കൂട്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ ഇത് 2 മാസം വരെ 2 മാസത്തിൽ മേലെയും ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ സൂക്ഷിച്ച് എടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇത് ആക്കി അപ്പാടന്നെ കൈകൊണ്ടൊന്നും തൊടാൻ പാടില്ല. അപ്പാടന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ളത് മാത്രം അവിടെ വെക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. പിന്നെയും ആവശ്യം വന്നാൽ ഇതിൽ നിന്ന് എടുക്കാം. ഇത് ഒരു 2 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ്. വേഗം ഇലയട ഉണ്ടാക്കണമെങ്കിൽ അരി കുഴച്ച് അപ്പാട് ഇതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇലയടയാവും. ഇനി ഇലയടക്ക് പരത്തുന്നുണ്ട്. ഈ കൂട്ട് കോരി ഇടുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. നന്നായി മടക്കിയ ശേഷം ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇലേൻ്റെ അകത്ത് ഒന്നും ആവില്ല. ഇങ്ങനെ മടക്കിയ ശേഷം ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് അടുപ്പത്തങ്ങ് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. ഇത് പ്ലാവിലയാണ്. ഈ പ്ലാവിലേൻ്റെ അകത്താണ് ഇലയട ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു വിഷമവും ഇല്ല. ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ചെറിയ സ്പൂൺ കൊണ്ട് കോരണം. ഇത് നല്ല മെഴുകു പോലുള്ള സാധനമാണ്. ഇത് വെറുങ്ങനെയും തിന്നാൻ പറ്റും. ഇത് വെറുങ്ങനെ തിന്നാൻ നല്ല രസമാണ്. ഈ തേങ്ങയും വെല്ലം മാത്രമാണ്. ഇത് നല്ല രസം വെറുങ്ങനെ തിന്നാൻ. ഗൈസ്, കുഞ്ഞമ്മ ഇത്ര ഇലയട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ വെന്ത ശേഷം അടുപ്പത്തുനിന്ന് എടുക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, താങ്ക് യു.